ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പുട്ടിൻ്റെ ഉപ്പുമാവാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ചെയ്തതാണ്. നിങ്ങളിവിടെ വീഡിയോയിൽ കാണുന്നത് ചമ്പാവരിയുടെ പുട്ടാണ്. ശരിക്കും നമ്മൾ വീടുകളിൽ പുട്ടുണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന പുട്ടാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പുട്ട് നന്നായി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം നമുക്ക് വീണ്ടും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തത്. നമ്മളിപ്പോൾ ബൗളിൽ നിങ്ങൾ കാണുന്നത് ആ പുട്ടിനെയൊക്കെ ഞാനൊന്ന് എടുത്ത് ഞെരടി കുറച്ച് ചെറുചൂട് വെള്ളം ഒഴിച്ച് തളിച്ചിട്ടാണ് നന്നായിട്ട് ഞെരടി ഉപ്പുമാവിൻ്റെ ഉണ്ടാക്കേണ്ട പാകത്തിന് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു മീഡിയം സൈസ് സവാള, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കുറച്ച് കടുക്, പിന്നെ ഉഴുന്നും പരിപ്പും തോരൻ പരിപ്പും. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് നമ്മൾ പാനിൽ ഞാൻ വെച്ചിട്ട് ഒഴിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾക്ക് ഗീ ഇട്ട് ചെയ്യാം, ബട്ടർ ഇട്ടൊക്കെ ചെയ്യാം. അത് മോർ ടേസ്റ്റിയർ ഇറ്റ് ഈസ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കടുകിട്ടിട്ട് ഉഴുന്നും പരിപ്പും പിന്നെ തോരൻ പരിപ്പും ഇട്ടു. ഇതിങ്ങനെ തന്നെ ചെയ്ത് നോക്കണം ചെയ്യാത്ത ആൾക്കാർ. വറ്റൽമുളക് ഇട്ടു, പിന്നെ സവാള. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ടേസ്റ്റിയർ. അപ്പോൾ ഞാനിപ്പോൾ അതിട്ടൊന്ന് വഴറ്റുകയാണ്. അപ്പം ഇത് ഇനി വേറൊന്നും നമുക്ക് ചെയ്യാനില്ല, പുട്ടിടുകയാണ്. പുട്ടിൽ ഓൾറെഡി നമ്മളിത് പുട്ടുണ്ടാക്കിയപ്പോൾ ഉപ്പൊക്കെ ഇട്ടല്ലേ ചെയ്തത്. അപ്പോൾ പിന്നെ ഇനി അഡീഷണലായിട്ട് നമുക്ക് ഇടേണ്ട കാര്യമില്ലോ. നമുക്ക് എല്ലാം ചെയ്യുമ്പം ഒന്ന് ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടാൽ അത് നന്നായിരിക്കും. അങ്ങനെ എല്ലാം നമ്മൾ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതാണ്. ഇതിൽ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതിനെ വഴട്ടുമ്പോൾ തന്നെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴട്ടുമ്പോൾ തന്നെ ഉള്ളിയൊക്കെ ചേരുമ്പോൾ വളരെ നല്ലൊരു മണവും പോരാത്തത് നല്ലൊരു ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. നമുക്കിത് വീണ്ടും പിറ്റേ ദിവസം നമുക്കൊരു സ്പെഷ്യൽ ഫ്രഷ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ബാക്കിയുള്ള പുട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്താൽ വളരെ നന്നായിരിക്കും. ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ പഴമോ ചമ്മന്തിയോ പിന്നെ അതായത് ചട്നിയൊക്കെ നമുക്ക് കൊടുക്കാം. എൻ്റെ മകന് ഇതിൻ്റെ കൂടെ ചട്നിയാണ് ഇഷ്ടം. അപ്പോൾ ഞാനതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരിങ്ങനെ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.